ഏറെ നേരത്തിന് ശേഷം ബോധം തെളിയുമ്പോൾ രുദ്രൻ്റെ വീട്ടിൽ അവരൊന്നിച്ച് കഴിഞ്ഞിരുന്ന റൂമിലായിരുന്നു ഗൗരി. കഴിഞ്ഞുപോയതെല്ലാം ഓർമ്മയിൽ വന്നതും ഒരു ഞെട്ടലോടെ ബെഡിൽ നിന്നും പിടഞ്ഞെഴുന്നേറ്റ് വാതിൽ തുറന്ന് പുറത്തേക്ക് ഓടിയവൾ. പോകുന്ന വഴിയും ഹാളും എല്ലാം ശൂന്യമാണ്. എന്നാലും എല്ലായിടത്തും വെളിച്ചമുണ്ട്. വല്ലാത്തൊരു വെപ്രാളത്തോടെ ഗൗരി മെയിൻ ഡോറിന് നേരെ പാഞ്ഞു. ഹാൻഡിൽ പിടിച്ച് തിരിച്ച് വാതിൽ തുറക്കാൻ ശ്രമിച്ചിട്ടും അതിന് കഴിയാതെ വന്നതേ ഭയവും സങ്കടവും ഒരുപോലെ അവളെ വരിഞ്ഞു മുറുകി. പൊടുന്നതിന് ഡോറിൻ്റെ സ്പെയർ കീ ഓർമ്മയിൽ വന്നതും അത് വെക്കുന്നിടത്തെല്ലാം ധൃതിയിൽ തിരിഞ്ഞു നോക്കി. ഗൗരി, ഇതാണോ അന്വേഷിക്കുന്നത്? പുറകിൽ നിന്നും കേൾക്കുന്ന രുദ്രൻ്റെ മുഴക്കമുള്ള ശബ്ദത്തിൽ അവളൊരു ഞെട്ടലോടെ കണ്ണുകൾ ഇറക്കി അടച്ചു. നീ ഇങ്ങനെ പ്രറ്റൻഡ് ചെയ്യുന്നത് കാണാനും വല്ലാത്തൊരു ചേലാണ് പെണ്ണേ. ചിരിയോടെയുള്ള അവൻ്റെ വാക്കുകൾ വീണ്ടും കാതിൽ കിടത്തും ഇട്ടിരുന്ന ധാവണയുടെ സ്കേട്ടിൽ പിടിമുറുക്കിക്കൊണ്ടവൾ പതിയെ തിരിഞ്ഞു നോക്കി. അടുത്ത നിമിഷം തന്നെ രുദ്രൻ്റെ കയ്യിലുണ്ടായിരുന്ന ക്യാമിൻ്റെ ഫ്ലാഷ് മിന്നി. വാവ്, ഇറ്റ്സ് അഡോറബിൾ. ക്യാമിൽ കാണുന്ന അവളെ ചിത്രത്തിലേക്ക് നോക്കിക്കൊണ്ടവൻ പറഞ്ഞു. ഗൗരി ഭയത്തോടെ അവിടുന്ന് എങ്ങനെയും രക്ഷപ്പെടാനുള്ള വഴികൾ തിരഞ്ഞു. ഇത് എത്രാമത്തെ സ്റ്റില്ലാണെന്ന് എനിക്കറിയില്ല ഗൗരി. ഒത്തിരി കളക്ഷൻസ് ഉണ്ട് എൻ്റെ കയ്യിൽ. പക്ഷേ എത്ര എടുത്താലും കണ്ടാലും മതി വരുന്നില്ല. ഭ്രാന്ത് പിടിച്ചതുപോലുള്ള അവൻ്റെ വാക്കുകളെയും അവനെയും ഒരു നിമിഷം കണ്ണിമച്ചിയും അത് നോക്കി നിന്നവൾ. അന്നും ഇന്നും ഒരു മാറ്റവും വരാതെ തുടർന്നു പോകുന്ന അവൻ്റെ ഭ്രാന്ത് കണ്ടും കേട്ടും ശീലിച്ചതാണെങ്കിൽ പോലും ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അത് മുന്നിൽ കാണുമ്പോൾ അവൾക്ക് എന്തിനോ വേദന തോന്നി. ഒരു ജന്മം തന്നെ തൻ്റെ പേരിൽ അവൻ തച്ചുടയ്ക്കും പോലെ. ഇവർക്കിടയിൽ ഒരിക്കലും താൻ ഇല്ലായിരുന്നുവെങ്കിൽ ആ അമ്മയും മക്കളും എന്നും ഒന്നിച്ച് സന്തോഷത്തോടെ ഉണ്ടായേനെ എന്നവൾ ഓർത്തുപോയി. ആ ഒരു ചിന്തയിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഹേയ് ഗൗരി, ഞാനങ്ങില്ലാതായാൽ നിങ്ങൾ ഏട്ടനും അനിയും ഒന്നിച്ചുണ്ടാവുമോ? ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള അവളുടെ ആ ചോദ്യത്തിൽ മറുപടിയില്ലാതെ അവൻ അവളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട് ഇതുപോലെ, ഞാനങ്ങ് മരിച്ചു പോയാലോന്ന്. അന്ന് അവൻ്റെ കണ്ണിൽ കണ്ട അതേ വേദന ഇന്നും ഗൗരി തിരിച്ചറിഞ്ഞു. ഒട്ടും കുറയാതെയുള്ള അളവിൽ തന്നെ. എൻ്റെ ഉത്തരം എന്താകുമെന്ന് നിനക്ക് തന്നെ അറിയാം ഗൗരി. പിന്നെ എന്തിനിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ? എനിക്ക് നിന്നോടല്ലാതെ മറ്റൊരാളോട് പോലും സ്നേഹമില്ല, സ്വയം എന്നോട് പോലും. ഐ ഡോണ്ട് നോ ഞാനിങ്ങനെയായത് എന്തുകൊണ്ടാണെന്ന്. അവളെ നോക്കി കണ്ണി ചിമ്മി ചിരിച്ചുകൊണ്ടവൻ അവിടെ ഇട്ടിരിക്കുന്ന ചെയറിലായിരുന്നു. ഗൗരി ഭിത്തിയിലേക്ക് ചാരി നിന്നുകൊണ്ട് അവനെ നോക്കി. മേ ബി എനിക്ക് ഭ്രാന്താകും. എന്തിനാ എൻ്റെ അച്ഛനോട് അത്രയും വലിയൊരു ദ്രോഹം ചെയ്തേ? അതിന് മാത്രം എന്ത് തെറ്റാ അവൾ ചെയ്തേ? കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ടവൾ അവനോട് ചോദിച്ചു. എന്തോ അങ്ങനെ ചോദിക്കണമെന്നവൾക്ക് തോന്നി. ഒരു കഴുകനും കൊത്തിപ്പറിക്കാൻ ഇട്ടുകൊടുക്കാതെ തന്നെ പൊതിഞ്ഞു പിടിച്ചവനാണ്. അതെല്ലാം അറിഞ്ഞ നിമിഷം മുതൽ സങ്കടം മാത്രമാണ് തോന്നുന്നേ. വിഘ്നേഷ് അങ്ങനെയുള്ള ഒരാളാണെന്ന് എനിക്കറിയില്ലായിരുന്നു. രാഖിയെ നിന്നിൽ നിന്നും അകറ്റണം എന്നതൊഴിച്ചാൽ അവളെ ദ്രോഹിക്കണമെന്നൊരു ഇൻറ്റൻഷനും എനിക്കുണ്ടായിരുന്നില്ല. എന്നാലും രുദ്രേട്ടൻ കാരണം അവളിതൊക്കെ അനുഭവിക്കേണ്ടി വന്നത്. അന്ന് എൻ്റെ പേര് പറഞ്ഞ് പ്രണവേട്ടനെ, ഇന്നും എൻ്റെ പേരിൽ ആ പോലീസുകാരനെ. ഞാൻ ഒരാൾ കാണും എത്ര പേരാ. അതിലും ഭേദം ഇന്നിങ്ങ് കൊല്ലുന്നതായിരുന്നില്ലേ? അടുത്ത നിമിഷം ദേഷ്യമോ സങ്കടമോ എന്തൊക്കെയോ കൊണ്ട് അവളുടെ ശബ്ദം ഉയർന്നു പോയി. ദുഷ്ടനായ രുദ്രേട്ടൻ, നിങ്ങൾക്കറിയാം ഞാൻ വേദന സ്നേഹിക്കുന്നതെന്ന്. ഒരിക്കലും എൻ്റെ മനസ്സ് നിങ്ങൾക്ക് കിട്ടില്ലെന്ന്. എന്നിട്ടും എന്തിനാ ഇങ്ങനെയൊക്കെ? അപ്പച്ചിരി ആത്മാവ് പോലും എന്നിപ്പോൾ വെറുക്കുന്നുണ്ടാകും. മുഖം പൊത്തിക്കരഞ്ഞുകൊണ്ട് അവൾ ഭിത്തിയിലൂടെ ഊർന്നിരുന്നു. രുദ്രൻ്റെ കണ്ണുകളും ചുവന്ന് കലങ്ങിയിരുന്നു. അവളുടെ കരച്ചിൽ കാണാൻ കഴിയാത്തതുപോലെ അവൻ മുഖം തിരിച്ചു. ഇനിയെങ്കിലും ഒന്ന് മതിയാക്കി ഭ്രാന്ത്. സഹിക്കാൻ എനിക്ക് വയ്യ. ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ. ആ അടുത്ത നിമിഷം ഉയർന്നു കേട്ട രുദ്രൻ്റെ അലർച്ചയിൽ ഗൗരി ഞെട്ടലോടെ മുഖമുയർത്തി നോക്കി. ഒരു നിമിഷം മുന്നിൽ കാണുന്ന കാഴ്ചയിൽ അവൾ ഞെട്ടലോടെ തറഞ്ഞു നിന്നുപോയി. രുദ്രൻ്റെ തോളിൽ വെട്ടിയ വാക്കത്തി വലിച്ചൂരി അവൻ്റെ കഴുത്തിലും കയ്യിലുമെല്ലാം ആഞ്ഞു വെട്ടുന്ന ഹരിശങ്കർ. തടുക്കാൻ കഴിയാമായിരുന്നിട്ടും എതിർക്കാതെ നിൽക്കുന്നവനെ അവൾ നടുക്കത്തോടെ കണ്ടു നിന്നു. രുദ്രേട്ടാ, ഉറക്കെ കരഞ്ഞുകൊണ്ട് അവൾ രുദ്രൻ്റെ അരികിലേക്ക് ഓടിച്ചെന്നതും വെട്ടേറ്റ് തളർന്നുകൊണ്ടവൻ നിലത്തേക്ക് വീണിരുന്നു. അയ്യോ രുദ്രേട്ടാ! എന്ത് ചെയ്യണമെന്നറിയാതെ ഗൗരി അവനെ വിളിച്ച് ആർത്ത് കരയുമ്പോഴും ചോര ഉണങ്ങി പിടിച്ച വസ്ത്രങ്ങളും ഇനിയും രക്തത്തുള്ളികൾ തെറിച്ചു നിൽക്കുന്ന മുഖത്തോടെയും ഹരി ആ കാഴ്ച വല്ലാത്ത ക്രൂരമായ ആനന്ദത്തോടെ കണ്ടു നിന്നു. അയാളുടെ പൊട്ടിച്ചിരി അവിടെ ഉയർന്നു. ഗൗരി പേടിയോടെ ഹരിയെ നോക്കുമ്പോഴേക്കും കയ്യിലുണ്ടായിരുന്ന വാക്കത്തി അരികിലേക്ക് തിരികെ വെച്ചുകൊണ്ട് അയാൾ ഗൗരി വാത്സല്യത്തോടെ നോക്കി. അച്ഛനും മോള് എന്തിനാ കരയണേ? എൻ്റെ കുട്ടി നോവിച്ച ഒരാളെയും അച്ഛൻ ബാക്കി വെക്കില്ല. ഇവൻ്റെ കഥ കഴിഞ്ഞു. ഇനി അടുത്തത് അവനാ, ആ പോലീസുകാരൻ. എനിക്ക് മുന്നിൽ വെച്ച് എൻ്റെ കുട്ടിക്ക് വിലയിട്ട അവനെയും അച്ഛൻ ഇതുപോലെ കൊത്തി നിർക്കും. ഭ്രാന്ത് പിടിച്ചതുപോലൊരു ഉന്മാദത്തോടെ പറഞ്ഞുകൊണ്ട് അയാൾ അവൾക്ക് നേരെ ചെന്നു. പേടിയോടെ അവൾ രുദ്രൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചുപോയി. വാ, എൻ്റെ കൂടെ വാ. നമുക്ക് അവനെയും കൂടി കൊന്നിട്ട് അമ്മയുടെ അടുത്തേക്ക് പോവാം. മോള് വാ.
പകയോടെ പുലമ്പിക്കൊണ്ട് അയാൾ അവളെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചതും രുദ്രൻ അവളുടെ കയ്യിൽ മുറുക്ക പിടിച്ചു. ഗൗരി വാവിട്ട് കരഞ്ഞു പോയിരുന്നു. വിടടാ എൻ്റെ മോളെ. ആ രുദ്രൻ്റെ നെഞ്ചിലേക്ക് അയാൾ വീണ്ടും മാഞ്ഞു ചവിട്ടിയതും ഗൗരി വെറുപ്പോടെ സർവ്വശക്തിയും എടുത്ത് അയാളെ പിടിച്ച് തള്ളി മാറ്റി. നിർത്തുന്നുണ്ടോ നിങ്ങൾ? ഇല്ലെങ്കിൽ കൊല്ലും ഞാൻ. മോളെ. മോളോ? ആടമോള്. നിങ്ങൾ എൻ്റെ ആരാധന? അങ്ങനെ വിളിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ടോ? ജനിച്ച അന്ന് മുതൽ നിങ്ങളുടെ മുന്നിലില്ലായിരുന്നോ ഞാൻ? നിങ്ങൾ ചെയ്ത തെറ്റിന് മുഴുവനും ശിക്ഷ അനുഭവിച്ചത് ഞാനാ. എന്നിട്ടിപ്പോൾ എന്ത് അവകാശമുണ്ട് എൻ്റെ രുദ്രേട്ടനെ? പറഞ്ഞ് പൂർത്തിയാക്കുമ്പോഴേക്കും ഗൗരി വീണ്ടും കരഞ്ഞുപോയി. നിനക്ക് വേണ്ടി സ്വന്തം അമ്മ ഇവരെ കൊന്നിട്ട് വന്ന എന്നെ നിനക്ക് പുച്ഛം. ആ പന്നമോള് വളർത്തിക്കൊണ്ട് വന്നതല്ലേ അതിൻ്റെ നിനക്ക്? നീ ഇനി ജീവിക്കണ്ട. ഗൗരി നേരെ വാക്കത്തി ആഞ്ഞി വീശാൻ ഒരുങ്ങിയതും തുടരെ തുടരെ കേട്ട ഗൺ ഷോട്ടുകളിൽ അയാൾ നിലത്ത് വീണു. ഗൗരി ഒരു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും പുറകുവശത്തെ വാതിൽ തകർത്ത് അകത്തേക്ക് വന്ന ശക്തിയെയും കൂടെയുള്ള പോലീസുകാരെയും കണ്ടു. ഗൗരി. ശക്തി അവളെ വിളിച്ചുകൊണ്ട് അടുത്തേക്ക് ചെന്നതും ഗൗരി അവനെ കെട്ടിപ്പിടിച്ചുറക്കെ കരഞ്ഞു. വേദ്, രുദ്രേട്ടൻ, എന്തെങ്കിലും ഒന്ന് ചെയ്യ് വേദ്. കരഞ്ഞുകൊണ്ട് പറയുന്നവളെ കാണുകയാണ് ശക്തിയുടെ നോട്ടവും നിലത്ത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന രുദ്രന് നേരെ ചെല്ലുന്നത്. ഒരു നിമിഷം ഉള്ളിൽ തോന്നിയ വികാരം എന്താണെന്ന് പോലും അറിയാതെ ശക്തി തറഞ്ഞു നിന്ന് പോയി. നേർക്ക് നേർ പോരടിക്കാൻ തന്നെയാണ് വന്നത്. ഒരു പക്ഷേ രണ്ടാളിൽ ഒരാളെ ജീവനോടെ ഉണ്ടാകുമായിരുന്നുള്ളൂ. എന്നിട്ടും ഇപ്പോൾ കാണുന്ന ആ കാഴ്ച അവനെ നടുക്കി. അടുത്ത നിമിഷം നേരി ഞരക്കം മാത്രം അവശേഷിക്കുന്നവനെ താങ്ങിയെടുത്തുകൊണ്ട് അവൻ പുറത്തേക്ക് നടന്നു. പുറകെ ഗൗരിയും. കാറിൻ്റെ ഡോർ തുറന്ന രുദ്രനെ കിടത്തിന് മുന്നേ ഗൗരി അതിനുള്ളിലേക്ക് കയറി അവൻ്റെ തലയെടുത്ത് മടിയിലേക്ക് വെച്ചു. ശക്തി അവളെ തന്നെ ഒരു നിമിഷം നോക്കി നിന്ന് പോയി. കരഞ്ഞുകൊണ്ട് രുദ്രനെ വിളിക്കുന്നുണ്ടവൾ. ആ നിമിഷം അവളുടെ മനസ്സിൽ എന്താണെന്ന് മാത്രം ശക്തിക്ക് മനസ്സിലായില്ല. അവളെ ഇന്ന് നോക്കിക്കൊണ്ട് ഡ്രൈവറുടെ കയ്യിലും കീ വാങ്ങി ശക്തി തന്നെ കാർ മുന്നോട്ടെടുത്തു. ഞാനങ്ങ് മരിച്ചു പോവാൻ പ്രാർത്ഥിക്കുന്നതാണ് നിനക്ക് നല്ലത് ഗൗരി. ഇല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടായാലും നിന്നെ ഞാൻ നേടാൻ നോക്കും. രക്തത്തിൽ കുതിർന്ന കൈകൾ കൊണ്ട് രുദ്രൻ അവളെ കവളിൽ തൊട്ടു. ഗൗരി ഉറക്കെ കരഞ്ഞുകൊണ്ട് അവനെ നോക്കി. കരയാതടി, എനിക്ക് നീ കരയുന്നത് ഒട്ടും ഇഷ്ടമല്ല. രുദ്രൻ ചിരിയോടെ പറഞ്ഞുകൊണ്ട് പാതി അടഞ്ഞു തുടങ്ങിയ കണ്ണുകൾ വലിച്ചു തുറന്നു. രുദ്രേട്ടാ, ഒന്ന് വേഗം പോവേത്. അവൻ്റെ അവസ്ഥ കാണുന്തോറും ഗൗരിയുടെ കണ്ണുകൾ തോരാതെ പെയ്തു. ഐസിവിന് മുന്നിൽ കരഞ്ഞ് തളർന്നിരിക്കുന്നവളെ കാണെ എന്ന് പറഞ്ഞവളെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ ഈ ശക്തിക്ക് ഇതുപോലൊരു നിമിഷത്തെ എങ്ങനെ അഭിമുഖീകരിക്കേണ്ടതെന്ന് പോലും അവൻ അറിയുമായിരുന്നില്ല. രുദ്രനെ അകത്തേക്ക് കൊണ്ടുപോയിട്ട് അരമണിക്കൂറോളമായി. കഴുത്തിലും നെഞ്ചിലുമെല്ലാം ആഴത്തിൽ വെട്ടേറ്റിട്ടുണ്ട്. ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള ഒരു നൂൽപ്പാലത്തിലാണ് ഇപ്പോൾ അവൻ്റെ ജീവനുള്ളത്. ഒരു ഡോക്ടർ കൂടിയായിരുന്നവന് ഇനി ഡോക്ടർമാർ പറയാൻ പോകുന്ന വാർത്ത എന്താകുമെന്ന് ഏറെക്കുറെ ഊഹിക്കാം. രുദ്രൻ്റേത് എന്ന് പറഞ്ഞൊരു നേഴ്സ് ഏൽപ്പിച്ചിട്ട് പോയ ഓർണമെൻറ്റ്സിൽ മുറുക്കെ പിടിച്ച് കണ്ണുകൾ അടച്ച് എന്തോ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഗൗരിയെ കാണി ശക്തിക്ക് എന്തിനോ പേടി തോന്നി. അവൻ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഗൗരിയെ അതെങ്ങനെ ബാധിക്കുമെന്ന് പോലും ശക്തിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. സാർ, ഇതിലൊന്ന് സൈൻ ചെയ്യണം. IC ഡോർ തുറന്നൊരു നേഴ്സ് പുറത്തേക്ക് വന്ന ഒരു പേപ്പർ ശക്തിക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. ഗൗരി ഒന്ന് നോക്കിക്കൊണ്ട് അത് വാങ്ങി ബ്രദർ എന്നുള്ളതിൽ സൈൻ ചെയ്ത് കൊടുത്തു. സാർ, ഒരു പ്രശ്നമുണ്ട്. രുദ്രൻഷിൻ്റെ കാര്യം പറഞ്ഞ് മീഡിയയും മറ്റും എത്തിയിട്ടുണ്ട്. അവർ അബ്ഡക്ഷന് വേണ്ടി ബഹളം വയ്ക്കുന്നു. കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു SI വന്ന് പറഞ്ഞതും ശക്തി കൂടുതൽ ഫോഴ്സിനെ ഇറക്കി അവരെ നിയന്ത്രിക്കാനുള്ള ഓർഡർ കൊടുത്തു. ഒരു 100 പ്രശ്നങ്ങൾക്കിടയിലാണ് ക്യാമറയും തൂക്കിപ്പിടിച്ച് ഇതുപോലെ ചിലത്. തലയ്ക്ക് കൈ കൊടുത്ത് അവൻ അവിടെയുള്ള ചെയറിലിരുന്നു. കയ്യിൽ പൊതിഞ്ഞു പിടിച്ച് ഗൗരി എന്ന പേര് കൊത്തിയ രുദ്രൻ്റെ വെഡിങ് റിങ്ങിലേക്ക് ഉള്ളുപിടയുന്ന വേദനയോടെ നോക്കി നിന്ന് പോയി ഗൗരി. ആ നിമിഷം അവളെ മതിക്കുന്ന വികാരം എന്താണെന്ന് പോലും അറിയില്ല. ആദ്യമായി രുദ്രനെ ഓർത്തവൾ ചങ്ക് പൊട്ടിക്കരഞ്ഞു. ഗൗരി. ശക്തി അവൾക്ക് അടുത്തേക്ക് ചെന്ന് വിളിച്ചതും അവനെ ഇറക്ക് കെട്ടിപ്പിടിച്ച വയറിൽ മുഖം അമർത്തി വെച്ച് കരഞ്ഞവൾ. ഗൗരി, രുദ്രേട്ടൻ എത്ര വെറുത്താലും ദേഷ്യം തോന്നിയാലും ഒരിക്കലും ഇല്ലാതെ ആവണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല വേദ്. എനിക്കങ്ങനെ ചിന്തിക്കാൻ കൂടി പറ്റണില്ല എനിക്ക്. ഓരോന്ന് പദം പറഞ്ഞ് കരയുന്നവൾ ശക്തിയുടെ ഉള്ളവും നൊന്തു. അവളുടെ മോർത്താവിൽ മുഖം അമർത്തി വെച്ച് അവന് നിന്നു. കണ്ണാ. കുറച്ച് സമയത്തിന് ശേഷം മഹി അവൻ്റെ തോളിൽ കൈവച്ച് വിളിച്ചതും ശക്തി തിരിഞ്ഞു നോക്കി. കരഞ്ഞും കലങ്ങിയ കണ്ണുകളുമായി അച്ചുവും അവനൊപ്പമുണ്ട്. ഗൗരി. അത്രയും തളർന്നു പോയ ഗൗരിയെ കാണാതെ അച്ചു വേഗം അവൾക്കരികിലിരുന്നു കൊണ്ട് അവളെയും ചേർത്ത് പിടിച്ചു. ഗൗരി അവളുടെ തോളിലേക്ക് തലവെച്ച് കിടന്നു. ആർക്കും ഒന്നും മിണ്ടാനും പറയാനും സാധിച്ചില്ല. രുദ്രൻ്റെ ഫോൺ തുടരെ തുടരെ റിങ് ചെയ്യുന്ന കണ്ടതും ഒന്ന് സംശയിച്ചുകൊണ്ട് ശക്തി ആ കോൾ അറ്റൻഡ് ചെയ്ത് കാതിലേക്ക് വെച്ചു. സാർ, അയാളെ തീർത്തിട്ടുണ്ട്. സാർ പറഞ്ഞതുപോലെ അയാളുടെ ബോഡിയും കാറും ഫ്രിഡ്ജിന് താഴെയുള്ള കായലിലേക്ക് ഇട്ടിട്ടുണ്ട്.
അത്രയും പറഞ്ഞിട്ട് അപ്പുറം ആ കോൾ കട്ടായതും ശക്തി എന്ന് പകച്ചുപോയി. രുദ്രൻ ആരെയോ കൊല്ലാൻ ഏൽപ്പിച്ചിട്ടുണ്ടെന്നും അവരത് ഭംഗിയായി ചെയ്തിട്ടുണ്ടെന്നും ശക്തിക്ക് മനസ്സിലായി. ആരെയാകും എന്നൊരു ചോദ്യം ബാക്കിയാണെങ്കിലും എന്തിനു വേണ്ടിയാകും എന്നുള്ള ഉത്തരം ജീവനോടെ തനിക്ക് മുന്നിൽ തന്നെയുണ്ട്. ഗൗരി, രുദ്രൻ ഒരാളുടെ ജീവൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് അവൾക്ക് വേണ്ടി മാത്രമായിരിക്കും. ശക്തിയെന്ന് നിശ്വസിച്ചു പോയി. കണ്ണാ, എന്താ നിനക്ക്? കോറിഡോറിൻ്റെ ഒരു ഒഴിഞ്ഞ ഭാഗത്ത് നിൽക്കുന്ന ശക്തിയെ കാണി മഹി അവനടുത്തേക്ക് വന്നു. രുദ്രൻ്റെ ഓപ്പറേഷൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. റൂമിൽ ചെന്ന് റെസ്റ്റ് എടുക്കാമെന്ന് എത്ര നിർബന്ധിച്ചിട്ടും ഗൗരി അവിടുന്ന് മടങ്ങിയിട്ടില്ല. രുദ്രനെ അവിടെ തനിച്ചാക്കി എങ്ങും പോവാൻ കഴിയാത്തതുപോലെ. ഒരു പക്ഷേ ആ നിമിഷം അവൾ അവിടെ നിന്നും അകന്നു പോയാൽ പോലും ഉള്ളിലുള്ളവനിൽ അവശേഷിക്കുന്ന നേർത്ത മിടിപ്പ് പോലും ചിലപ്പോൾ നിലച്ചു പോയേക്കാം. അവളെ വിട്ടുപോവാൻ മടിക്കുന്ന അവൻ്റെ പ്രണയം നൽകുന്ന തുടിപ്പാണിത്. ഒരു പക്ഷേ ഗൗരിയുടെ മനസ്സ് ഇന്ന് ആദ്യമായും അവസാനമായും കേൾക്കുന്നത് ആ തുടിപ്പ് തന്നെയാകും. കണ്ണാ, മഹി വീണ്ടും വിളിച്ചതും തിരിഞ്ഞു നിന്നവനെ ഇറുക്കപ്പുണർന്നു ശക്തി. ഞാൻ തെറ്റ് ചെയ്തു പോയോ മഹി? എന്താടാ? അവളോടും രുദ്രനോടും ഞാൻ എന്തോ തെറ്റ് ചെയ്ത പോലെ. അവരെ തമ്മിൽ അകറ്റിയത് ഞാനാണോടാ? മഹി വല്ലാത്തൊരു പകപ്പോടെ അവനെ നോക്കിപ്പോയി. ശക്തിയിൽ നിന്നും അങ്ങനെ ഒരു ചോദ്യം അവൻ പ്രതീക്ഷിച്ചിരുന്നു പോലുമില്ല. ഇന്ന് വേണം പറയാൻ. എന്തൊക്കെയാടാ പറയുന്നേ? നിനക്ക് ഇനിയും അവളെ തെല്ലും മനസ്സിലായിട്ടില്ലേ കണ്ണാ? മഹി ചോദിച്ചതും ശക്തി അവനെ വിട്ടുമാറി ഷോൾഡറിൽ മുഖം അമർത്തി തുടച്ചു. രുദ്രനോട് അവൾക്ക് പ്രണയമായിരുന്നെങ്കിൽ എപ്പോഴെങ്കിലും അവനെ ഗൗരി പ്രണയിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും നിന്റെ താലി അവളെ അന്ന് കഴുത്തിൽ വീഴില്ലായിരുന്നു കണ്ണാ. നീ തന്നെ പറഞ്ഞിട്ടില്ലേ കോളേജിൽ ചെന്ന് രുദ്രൻ ഭീഷണിപ്പെടുത്തിയ കാര്യം? അന്ന് കരഞ്ഞു വിളിച്ച് അവനെ മുന്നിൽ കീഴടങ്ങുന്നതിന് പകരം നിന്നെ നഷ്ടപ്പെടാതെ ഇരിക്കാൻ വേണ്ടിയാ അവൾ ധൈര്യം കാണിച്ചത്. അപ്പം തന്നെ മനസ്സിലാവില്ലേ അവളുടെ മനസ്സിൽ നിന്റെ സ്ഥാനം എന്താണെന്ന്? പിന്നെ ഇപ്പോൾ രുദ്രനോടുള്ളത് ചെറുപ്പത്തിൽ വലിയൊരു ആപത്തിൽ നിന്നും രക്ഷിച്ചവനുള്ള സ്നേഹം, കടപ്പാട്. എന്തൊക്കെ പറഞ്ഞാലും രുദ്രൻ അവളെ എല്ലാവരിലും പ്രൊട്ടക്റ്റ് ചെയ്തിട്ടേയുള്ളൂ എന്നും ഇപ്പോൾ അവൾക്കറിയാം. ഒരു പക്ഷേ അവളെ ഭീഷണിപ്പെടുത്തി സ്വന്തമാക്കുന്നതിന് പകരം അവൻ അവളുടെ ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും ഒപ്പം നിന്നിരുന്നെങ്കിൽ നിങ്ങളുടെ 3 പേരുടെയും ജീവിതം തന്നെ മാറിയേനെ. അവനെ സ്നേഹിക്കുന്ന കാത്തിരിക്കുന്ന ഗൗരി നിനക്കൊരിക്കലും കിട്ടില്ലായിരുന്നു കാണാ. ശക്തിയുടെ മുഖം ആ സമയത്തും വലിഞ്ഞു മുറുകുന്നതും രൂക്ഷമായി തന്നെ നോക്കുന്നതും മഹിക്ക് മനസ്സിലായി. അവന് ശരിക്കും ചിരി വന്നു പോയി. ഇപ്പോഴും അവളോടുള്ള സ്വാർത്ഥത ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരാണ്. നേരത്തെ താൻ അവർക്കിടയിലേക്ക് ചെന്നത് തെറ്റായോ എന്ന് സങ്കടം പറഞ്ഞത്. നീ ഇങ്ങനെ നോക്കിയിട്ടൊന്നും കാര്യമില്ല. അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ കണ്ടവൻ്റെ ഭാര്യയെ അടിച്ചുകൊണ്ട് പോകുന്ന രാവണൻ നീയായേനെ. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. അത്രയുമൊക്കെ അവളോട് ദ്രോഹം ചെയ്ത ഗീതയും ശ്രീദേവിയും ഒക്കെ കൊല്ലപ്പെട്ടു എന്നറിഞ്ഞാലും ഗൗരിക്ക് സങ്കടം തന്നെയാകും. അതുകൊണ്ട് നീ നിൻ്റെ അനാവശ്യ ചിന്തകളൊക്കെ എടുത്ത് കളഞ്ഞ് അവളുടെ അടുത്തേക്ക് ചെല്ല്. ഈ സമയം നീ അവളുടെ ഒപ്പം ഉണ്ടാവണം കണ്ണാ. മഹി അവനെ സമാധാനിപ്പിച്ചുകൊണ്ട് വീണ്ടും ഐസിയുവിന് മുന്നിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഗൗരി, എന്തിരിപ്പായത്? എനിക്കിപ്പോൾ നിന്നെ കാണുമ്പോൾ ശരിക്കും പേടി തോന്നാം. നീ ഞാൻ രുദ്രേട്ടനെ പ്രണയിക്കുന്നുണ്ടോയെന്ന് ആവും അല്ലേ ഗൗരി? ഞാൻ എൻ്റെ വേദന മറന്നു പോകുന്നാണോ നീ വിചാരിക്കുന്നത് അച്ചു? ഗൗരിയുടെ ശബ്ദം വല്ലാതെ നേർന്നു പോയി. ഒരാൾക്ക് വേണ്ടി കരഞ്ഞാൽ അയാളുടെ ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ അത് പ്രണയമാണെന്നാണോ? ശരിയാ, രുദ്രേട്ടൻ എൻ്റെ ഭർത്താവായിരുന്നു. അന്ന് ഞാനായിട്ട് വേണ്ടെന്ന് വെച്ച് പോയതല്ല. അച്ചു ഒന്നും മാടമ്പിയിൽ എന്നെ തനിച്ചിട്ടിട്ട് പോകുമ്പോൾ രുദ്രേട്ടന് അറിയില്ലായിരുന്നോ രുദ്രേട്ടൻ കൂടെയില്ലെങ്കിൽ എൻ്റെ അവസ്ഥ എന്താകുമായിരുന്നെന്ന്? അത്രയും നേരം ഉള്ളിൽ ഒതുക്കി വെച്ചത് അത്രയും അച്ചുവിൻ്റെ ഒരു ചോദ്യത്തിൽ അവളിൽ നിന്നും പുറത്തേക്ക് വന്നു. ഇരുവരുടെയും അടുത്തേക്ക് വന്ന ശക്തിയും മഹിയും അത് കേൾക്കുന്നുണ്ട്. അവളുടെ മനസ്സ് അവളായി തന്നെ പറയട്ടെ എന്ന് കരുതിക്കൊണ്ട് അവനും മൗനം പാലിച്ചു. എനിക്ക് രുദ്രേട്ടൻ്റെ ഇടയിൽ വേദ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് കാണും രുദ്രേട്ടൻ തന്നെയാ. പിന്നെ എൻ്റെ വേദ് വിവാഹം കഴിച്ചതും സ്വന്തമാക്കിയതും ഒന്നും ആർക്കും മരണത്തിന് പോലും വേണ്ടാതെ കിടന്ന ഗൗരിയ. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും വേദ് എൻ്റെ സന്തോഷം തന്നെയാണ് നോക്കിയിട്ടുള്ളത്. അടക്കി പിടിക്കാൻ ശ്രമിച്ചാലും എന്നെയും എൻ്റെ അവസ്ഥയും എല്ലാം അവൻ പരിഗണിച്ചു. എൻ്റെ ശരീരമല്ല അച്ചു, മനസ്സവൻ ആദ്യം സ്വന്തമാക്കിയത്. എൻ്റെ ജീവനാണവൻ. പക്ഷേ രുദ്രേട്ടനും അപ്പച്ചിയും എനിക്ക് വേണ്ടിയാ. അവർ എൻ്റെ ജീവൻ രക്ഷിച്ചു, എല്ലാ ആപത്തിൽ നിന്നും രക്ഷിച്ചു. 18 വയസ്സ് വരെ ഞാൻ പോലും അറിയാതെ രുദ്രേട്ടൻ എന്നെ സംരക്ഷിച്ചു. നിന്നോടെല്ലാം തുറന്നു പറഞ്ഞിരുന്നെങ്കിലോ അപ്പോൾ നീ ഏട്ടനെ സ്നേഹിക്കായിരുന്നോ? ഒരിക്കലുമില്ല. എൻ്റെ അമ്മയെക്കുറിച്ച് അന്നങ്ങനെ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുക പോലുമില്ലായിരുന്നു. അമ്മ ഞാൻ വെറുക്കാൻ വേണ്ടി പറഞ്ഞതായിട്ടേ കണ്ടേനെ. എന്ത് തെളിവ് നിർത്തിയാലും ഞാൻ രുദ്രേട്ടനെ പഴിച്ചേനെ. ഗൗരി കണ്ണുകൾ അമർത്തി തുടച്ചു. എല്ലാം അറിഞ്ഞപ്പോൾ ഇപ്പോഴും എനിക്ക് വേണ്ടി ഞാൻ കാണുമാണ് രുദ്രേട്ടൻ. എനിക്കെങ്ങനെ സമാധാനം കിട്ടുമടി? ഇത്രയൊക്കെ നിന്നോട് ചെയ്തിട്ടും നിനക്ക് വെറുക്കാൻ പറ്റിയോ? ആ നിമിഷം അച്ചുവും അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു പോയി.
ഒരാപത്തും വരുത്താതെ ആ മനുഷ്യൻ ജീവനോടെ ഉണ്ടായാൽ മതി അച്ചു. എനിക്ക് എവിടെയെങ്കിലും ജീവനോടെ ഉണ്ടെന്നറിഞ്ഞാൽ മതി. ഗൗരി അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അവനെന്തോ പുണ്യം ചെയ്തിട്ടുണ്ടടാ, അതാ ഇങ്ങനെ രണ്ടുപേരെ അവന് കിട്ടിയത്. മഹി അറിയാതെ പറഞ്ഞു പോയി. സ്വാർത്ഥത കാണിക്കാതെ അവനെ ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ അവനൊരിക്കലും ഈ അവസ്ഥ വരില്ലായിരുന്നു. അത്രയും പറഞ്ഞുകൊണ്ട് ശക്തി അവർക്കടുത്തേക്ക് ചെന്നു. ആ നിമിഷം തന്നെ ഐസിയുവിൻ്റെ ഡോർ തുറന്ന് ഡോക്ടർ പുറത്തേക്ക് വന്നു. ഡോക്ടർ, സോറി ശക്തി, ഞങ്ങൾ പരമാവധി ശ്രമിച്ചു, ബട്ട് ബാക്കി പൂർത്തിയാക്കാതെ ഡോക്ടർ ശക്തിയെ ആശ്വസിപ്പിക്കും പോലെ തോളിലൊന്ന് തട്ടിയിട്ട് നടന്നുപോയി. അച്ചു ഉറക്കെ കരയുമ്പോഴും കേട്ട വാർത്തയുടെ നടുക്കത്തിൽ മരവിച്ചതുപോലെ ഗൗരി തറഞ്ഞുപോയി. രുദ്രൻ്റെ കഴുത്തിലുണ്ടായിരുന്ന ചെയിനിലെ രുദ്രാക്ഷത്തിന് ഒപ്പമുണ്ടായിരുന്ന ഗൗരിയുടെ കഴുത്തിൽ നിന്നും ശ്രീദേവി അന്ന് പൊട്ടിച്ചെടുത്ത താലിയും അവളുടെ കൈക്കുള്ളിലിരുന്ന് ഞെരിഞ്ഞമർന്നു.